എല്ലാവർക്കും നമസ്കാരം. ഞാൻ ദിലീപാണ്. നമ്മൾ രാവിലെ ലേറ്റ് ആയി കഴിഞ്ഞാലേ പിന്നെ ആ ദിവസം മുഴുവൻ ലേറ്റ് ആവും അല്ലേ? ഇന്നൊരു വർക്കിംഗ് ഡേ ആണ്. ഇന്ന് ഞങ്ങൾ നീക്കാൻ ലേറ്റ് ആയി പോയി. അത് കാരണം വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയില്ല. കാരണം മോൾക്കും രാവിലെ നേരത്തെ സ്കൂളിൽ പോകണം. ഞങ്ങൾ പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് നേരെ പോയത് എടപ്പള്ളിയിലുള്ള ജാനകി ടീ സ്റ്റാളിലാണ്. ഇതൊരു ചെറിയ ഒരു കടയാണ്. ഇത് പ്യുവർ വെജിറ്റേറിയൻ ആണ്. ബ്രേക്ക്ഫാസ്റ്റിന് ഏറ്റവും പെർഫെക്റ്റ് സ്ഥലം തന്നെയാണ് കേട്ടോ. എൻ്റെ കുഞ്ഞു മോളെ പറയുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്, അച്ഛ വേഗം ഓർഡർ ചെയ്യ്, വിശക്കണു വിശക്കണു എന്ന്. അപ്പോൾ ഞങ്ങൾ ആദ്യം ഓർഡർ ചെയ്തത് ഒരു അടയാണ് കേട്ടോ. അട നല്ല രസമുണ്ടായിരുന്നു കഴിക്കാൻ. അത്യാവശ്യം നല്ല വലിയ അടയായിരുന്നു. അതിൽ തേങ്ങയും ശർക്കരയും അവിലും പഴവും എല്ലാം മിക്സ് ചെയ്ത ഒരു അടയായിരുന്നു. അടിപൊളിയായിരുന്നു ടേസ്റ്റ് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും അടയ്ക്ക് ഉണ്ടായിരുന്നു. നമ്മളെ രാവിലെ ഏത് പ്യുവർ വെജ് റെസ്റ്റോറൻറ്റിൽ പോയാലും നമ്മൾ ആദ്യം ഓർഡർ ചെയ്യുന്നത് അവിടുത്തെ മസാല ദോശയായിരിക്കും. അതുപോലെ തന്നെ ഞങ്ങളും ഇവിടെ വന്നപ്പോൾ മസാല ദോശയാണ് ഓർഡർ ചെയ്തത്. 2 മസാല ദോശ ഞങ്ങൾ ഓർഡർ ചെയ്തു. ടീ സ്റ്റോൾ ചെറുതാണെച്ചാലും മസാല ദോശക്കൊക്കെ നല്ല റേറ്റ് ആയിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വേഗം വീട്ടിലെത്തി. ഇമോ പാറുവിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നു. അതൊക്കെ ഞങ്ങൾ ചട്ടിയിലിട്ടിട്ട് വറുത്ത് പൊരിച്ചെടുത്തു. പിന്നെ ചുവന്ന ചീര കൊണ്ട് തോരനൊക്കെ ഉണ്ടാക്കി. വൈറ്റമിൻസ് ഒക്കെ അങ്ങോട്ട് കിട്ടട്ടെ. പാറു പറഞ്ഞു ഇന്ന് ടിഫിൻ ഞാൻ സെറ്റ് ചെയ്യാം. അപ്പോൾ അവൾക്ക് ആവശ്യമുള്ള ചോറും അവൾക്ക് ആവശ്യമുള്ള ചിക്കൻ വറുത്തതും അവൾക്ക് ആവശ്യമുള്ള ചീരത്തോരനും ഒക്കെ വെച്ചിട്ട് അവൾ ടിഫിൻ സെറ്റാക്കി. ഇന്ന് സ്കൂളിലേക്ക് നല്ലോണം ലേറ്റ് ആയിട്ടോ. 8:50 പാറുവിൻ്റെ ക്ലാസ് തുടങ്ങുക. ഇപ്പോൾ ഓൾറെഡി 9 മണിയായി. അപ്പോൾ ഞങ്ങൾ വേഗം ടിഫിനൊക്കെ റെഡി ആയിട്ട് നേരെ സ്കൂളിലേക്ക് വിട്ടു കേട്ടോ. ഇതുപോലെ ആരെങ്കിലും സ്കൂളിലേക്ക് ലേറ്റ് ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യണേ. ലേറ്റ് ആയാലും ഞങ്ങൾ സ്കൂളിലെത്തി, എല്ലാവരും ക്ലാസ്സിൽ കയറിയിരുന്നു. അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി അടുത്ത വീഡിയോയിൽ കാണും വരെ. ടിൽ ദെൻ ബൈ.